ടിപ്പിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന കൺസെപ്റ്റിന്റെ മൂന്നാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പൊ ഈ പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റാണ്. ഓൾറെഡി നമ്മൾ രണ്ട് പാർട്ടുകൾ കണ്ടു കഴിഞ്ഞു. ആ രണ്ട് പാർട്ടിൽ എന്തൊക്കെ കണ്ടു? എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിന്റെ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണ്, അതുപോലെ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മെത്തേഡിലൂടെ എങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം, അതുപോലെ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിലൂടെ എങ്ങനെ സോൾവ് ചെയ്യാം. ഈ കൺസെപ്റ്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ പാർട്ടുകൾ പോയി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകാൻ ശ്രമിക്കുക. അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇല്ലാത്ത ഒരു എക്സാമും ഉണ്ടാവില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മളെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്താണെന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. എന്താണ്? എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് സെറ്റ് ടു ബി ലീനിയർ if the dependent variable and its differential coefficient occur only in the first degree. അത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയ അടുത്ത സ്റ്റെപ്പിൽ. ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് ദ ഫോം dy by dx plus py equal to q where p and q are functions of x. ഇവിടെ നോക്കിക്കേ, ഡെഫിനിഷനിൽ എന്താ പറഞ്ഞത്? അതിന്റെ ഡിപെൻഡന്റ് വേരിയബിളും ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റും ഫസ്റ്റ് ഡിഗ്രിയിലായിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് പറയുന്നത്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ dy by dx എന്നുള്ളതാണ് നമ്മളെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ്. അതിന്റെ പവർ ഡിഗ്രി നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഇവിടെ ഫസ്റ്റ് ഓർഡർ ആണ്. അതിന്റെ പവർ ഇവിടെ പവർ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് 1 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഡിഗ്രി എത്രയാണ്? 1 ആണ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ്. അതുപോലെ ഇവിടെ y എന്നുള്ള വേരിയബിളിന്റെ പവർ എത്രയാണ്? ഇവിടെ തന്നിട്ടില്ല. എത്രയാണ്? അതും 1 ആണ്. അപ്പൊ അത് രണ്ടും 1 ആയതുകൊണ്ട് ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ അത് രണ്ടും ഫസ്റ്റ് ഡിഗ്രിയിൽ ആയതുകൊണ്ടാണ് ഈ ഇക്വേഷൻ എന്ത് പറയുന്നത്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അല്ലെങ്കിൽ അതിന്റെ പവേഴ്സ് 1 ആയതുകൊണ്ടാണ് അതിനെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ p എന്ന് പറഞ്ഞാലും q എന്ന് പറഞ്ഞാലും ഇവിടെ എന്താ പറഞ്ഞത്? അത് ഫങ്ഷൻസ് ആണ്. എക്സിൽ വരുന്ന രണ്ട് ഫങ്ഷൻസ് ആയിരിക്കും p എന്ന് പറയുന്നതും q എന്ന് പറയുന്നതും. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നമ്മളെ തന്നിരിക്കുന്ന ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. dy by dx plus py equal to q. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അകത്ത് നിന്ന് p ഐഡന്റിഫൈ ചെയ്യും, q ഐഡന്റിഫൈ ചെയ്യും. അത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് എഴുതും. ഓക്കെ, അതിനുശേഷം അതിന്റെ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയത്. y into e raised to integral p dx equal to integral of e raised to integral p dx into q dx. ഇപ്പൊ ഈ ഒരു ഫോർമുല എല്ലാവരും പഠിച്ചു വെക്കുക. ഇതാണ്, ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഫോർമുല എന്താണ്? y into e raised to integral p dx equal to integral of e raised to integral p dx into q dx. ഇതിൽ എന്താണ് e raised to integral p dx എന്ന് പറയുന്നത്? അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. വേർ e raised to integral p dx എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. അതിനെ നമ്മൾ if എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ if എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കണം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പൊ ഇത് എങ്ങനെയും പറയാറുണ്ട്, ചിലവർ പഠിച്ചിട്ടുണ്ടാവും. പ്ലസ് ടുവിലൊക്കെ എങ്ങനെയാ പഠിച്ചിട്ടുണ്ടാവുക? y into integrating factor equal to integral of integrating factor into q dx. അങ്ങനെയും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഏത് രീതിയിലാണെങ്കിലും ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയണം. ഒന്ന് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e raised to integral p dx ആണ്. അതുപോലെ അതിന്റെ സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ y into e raised to integral p dx equal to integral of e raised to integral p dx into q dx. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ അറിയെങ്കിൽ നമുക്ക് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലത്തിലൂടെ എങ്ങനെയാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് dy by dx plus y into cot x equal to cosec x. അപ്പൊ നമ്മൾ ആദ്യം ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക. സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ പഠിച്ചത്? y into
ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ഇൻറ്റു ക്യൂ ഡി എക്സ്. ഇതാണ് നമ്മൾ പഠിച്ച ഫോർമുല. ഇത് നമുക്ക് നന്നായിട്ട് ഓർമ്മ ഉണ്ടാവണം, മറക്കാൻ പാടില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുല എങ്ങനെയാണ് ഒരു ലീനിയർ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം എന്നുള്ളത് എഴുതുക. എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം? dy by dx പ്ലസ് py ഈക്വൽ ടു q. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും, എന്നാൽ മാത്രമേ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് തന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണോ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിലാക്കിക്കൊണ്ട് എഴുതുക. നോക്കിക്കേ, തന്ന ക്വസ്റ്റ്യൻ എന്താ? dy by dx പ്ലസ് py. p എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇൻ എക്സ് ആണ് പറഞ്ഞിട്ട്, q എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇൻ എക്സ് ആണ്. അപ്പൊ ഇവിടെ എന്താ ഫംഗ്ഷൻ ഇൻ എക്സിലുള്ളത്? കോട്ടെക്സ്. ആദ്യം എഴുതി കോട്ടെക്സ്, പിന്നെ y എന്നാണ്. ആ y എന്നുള്ളത് നമ്മൾ രണ്ടാമത് എഴുതി കോട്ടെക്സ് ഇൻറ്റു y. നമ്മൾ ആ ഓർഡറിൽ എഴുതിയതേ ഉള്ളൂ. ഈക്വൽ ടു കൊസീക് എക്സ്. അപ്പൊ നമുക്ക് ഇതായിട്ട് കമ്പയർ ചെയ്താൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും p എന്താ q എന്താ എന്നൊക്കെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് p എന്താ കിട്ടുക? p ഈക്വൽ ടു എന്താ വരിക? കോട്ടെക്സ്. കോട്ടെക്സ് q എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക? q ഈക്വൽ ടു കൊസീക് എക്സ്. കൊസീക് എക്സ്. ഇത് രണ്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കാണണമെങ്കിൽ ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് കണ്ടുപിടിക്കണം. അതായത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഐ എഫ് എന്ന് എഴുതിയാൽ എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ പി എന്ന് പറഞ്ഞാൽ എന്താ? കോട്ടെക്സ്. കോട്ടെക്സ് ഡി എക്സ്. ഓക്കെ, ഇനി ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് ഡി എക്സ് എന്താണെന്ന് അറിയണം. നമ്മൾ പഠിച്ചതാണ്, അത് ലോഗ് ഓഫ് സൈൻ എക്സ് എന്നാണ് കിട്ടുക. പക്ഷെ അത് ഒരുപാട് തവണ ചെയ്ത് പഠിച്ചവർക്ക് മാത്രമേ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് എങ്ങനെയാ ചെയ്യേണ്ടത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് എന്താണ് ഇ റൈസ് ടു ഇന്റഗ്രൽ കോട്ടെക്സ് ഡി എക്സ് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ അവിടെ വെക്കുക. അതിനെ പറ്റിയിട്ട് നിങ്ങളിപ്പോ ബോധർ ചെയ്യണ്ട, ഇന്റഗ്രൽ മാത്രം നോക്കുക. ഇന്റഗ്രൽ കോട്ടെക്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോസ് എക്സ് ബൈ സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇതിലെ സൈൻ എക്സിന് യു എന്ന് പേര് കൊടുക്കണം. പുട്ട് യു ഈക്വൽ ടു സൈൻ എക്സ്. അപ്പൊ യു എക്സിലുള്ള ഫംഗ്ഷനായി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, അപ്പൊ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? കോസ് എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പൊ ഇതിന്റെ അകത്ത് ഡി യു ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് ക്രോസ് മൾട്ടിപ്പിൾ. ഓക്കെ, അപ്പൊ നമ്മളെ ഈ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുമ്പോൾ ഇത് എന്തായിട്ട് മാറും? ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സിന് പകരം ഡി യു എന്ന് കൊടുക്കുക ബൈ സൈൻ എക്സിന് പകരം യു എന്ന് എഴുതാം. അപ്പൊ ഇത് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പില് ഇ റൈസ് ടു, ഇത് നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ്, ഇന്റഗ്രൽ 1 ബൈ യു ഇൻറ്റു ഡി യു എന്നാക്കി എഴുതാം. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ അത് എഴുതുന്ന. ആ സ്റ്റെപ്പ് എഴുതാൻ നിർബന്ധമൊന്നുമില്ല. ഇതിനെ 1 ബൈ യു ഡി യു എന്നാക്കാം. 1 ഇൻറ്റു ഡി യു എന്ന് പറയുന്നത് ഡി യു ബൈ യു. അപ്പൊ നമ്മളിത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരാറ്? ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്നുള്ളത് എന്താണ്? ലോഗ് എക്സ് ആണ്. അപ്പൊ ഇന്റഗ്രൽ 1 ബൈ യു ഡി യു എന്തായിരിക്കും? ലോഗ് യു എന്ന് കിട്ടും. ലോഗ് യു. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ കൂടെ കോൺസ്റ്റന്റ് എഴുതണ്ട. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ കൂടെ കോൺസ്റ്റന്റ് എഴുതരുത്. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് യു എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ്. സൈൻ എക്സ്. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിക്കുക? ഇയും ലോഗും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ഇത് ലോഗിന്റെ ആന്റി ലോഗ് ആണ്. അപ്പൊ അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? സൈൻ എക്സ് കിട്ടും. സൈൻ എക്സ് കിട്ടും. ഈ ഇയും ലോഗും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും, സൈൻ എക്സ് കിട്ടും. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടി? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു സൈൻ എക്സ് കിട്ടി. ഓക്കെ, ഇനി വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മുടെ സൊല്യൂഷൻ? y ഇൻറ്റു
ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നാണ്. അതെന്താ നമുക്ക് കിട്ടിയത്? സൈൻ എക്സ്. അപ്പൊ y ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. അത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. അതെന്താണ്? സൈൻ എക്സ് ഇൻറ്റു ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്? കൊസീക് എക്സ്. ഇവിടെ കൊസീക് എക്സ് ഇൻറ്റു ഡി എക്സ്. കൊസീക് എക്സ് ഇൻറ്റു ഡി എക്സ്. ക്യൂ ഇൻറ്റു ഡി എക്സ് എന്നാണ്. അതാണ് കൊസീക് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി ഇത് എന്തായി മാറും? y sin x ഈക്വൽ ടു ഇന്റഗ്രൽ sin x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1 cosec x എന്ന് എഴുതാം, അല്ലെങ്കിൽ cosec x നമുക്ക് മാറ്റിയിട്ട് 1 sin x എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പൊ ഞാൻ ഇവിടെ sin x അങ്ങനെ തന്നെ എഴുതുന്നു. sin x ഇൻറ്റു cosec x നെ ഞാൻ 1 sin x എന്ന് എഴുതുന്നു dx. sin x ന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? cosec x. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്തു? sin x ഉം ക്യാൻസൽ ചെയ്തു. അപ്പൊ y sin x ഈക്വൽ ടു ഇന്റഗ്രൽ 1 dx. ഓക്കെ, ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്, നമ്മൾ പഠിച്ചാണ്. അപ്പൊ y sin x ഈക്വൽ ടു 1 dx എന്നാൽ x. ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം അവസാനം നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കുക പ്ലസ് c. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. എന്താ കിട്ടിയത്? y sin x ഈക്വൽ ടു x പ്ലസ് c. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അതിന്റെ കൂടെ കോൺസ്റ്റന്റ് കൊടുക്കരുത്. അവസാനം സൊല്യൂഷൻ കണ്ടു കഴിയുമ്പോൾ മാത്രം ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്? വളരെ സിമ്പിൾ ആണ്. പക്ഷേ ഈ രണ്ട് ഫോർമുല നന്നായി അറിഞ്ഞിരിക്കണം. അതുപോലെ ഇന്റഗ്രേഷൻ ചെയ്യാനുള്ള മെത്തേഡുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് x dy by dx plus 3y equal to 5x square. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫോം എഴുതി നോക്കുക. അതല്ലെങ്കിൽ സൊല്യൂഷന്റെ ആ ഇക്വേഷൻ ആദ്യം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം സ്റ്റാൻഡേർഡ് ഫോം എഴുതുന്നു. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? dy by dx plus py equal to q. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ എടുത്തെഴുതാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്തെഴുതി. എന്താണ്? x dy by dx plus 3y equal to 5x square. ഇതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ തന്നിരിക്കുന്നത്? പെട്ടെന്ന് മനസ്സിലാവും സ്റ്റാൻഡേർഡ് ഫോമിലല്ല. എന്തുകൊണ്ട്? ഇവിടെ dy by dx എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ എന്തുണ്ട്? x എന്നുണ്ട്. അപ്പൊ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കണമെങ്കിൽ ഈ എക്സിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ ഞാൻ ഇവിടെ എന്താണോ അധികമായിട്ട് വന്നത് അതുകൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. അപ്പൊ ഇതെന്താവും? നെക്സ്റ്റ് സ്റ്റെപ്പില് dy by dx അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. x dy by dx ഡിവൈഡഡ് ബൈ x. x കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. പ്ലസ് 3y by x. അടുത്ത ടേമിനെ ഡിവൈഡ് ചെയ്യണം. 5x സ്ക്വയർ എന്നുള്ള ടേമിനെ നമ്മൾ x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താണ് അധികം വന്നത്? അതുകൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇവിടെ x ക്യാൻസൽ ചെയ്ത് പോകും. എന്ത് കിട്ടും? dy by dx പ്ലസ് ഇത് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതണം. py എന്നുള്ള p എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇൻ x ആണ്. അപ്പൊ എന്തൊക്കെയാ ഇവിടെ ഫംഗ്ഷൻ ഇൻ x ആയിട്ട് വരിക? 3/x ഇൻറ്റു y എന്നാണ്. അപ്പൊ y സെപ്പറേറ്റ് എടുത്ത് എഴുതി. y ഈക്വൽ ടു 5x സ്ക്വയർ എന്നാണ്. അപ്പൊ അതിനെ x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു x ക്യാൻസൽ ചെയ്ത് പോയിട്ട് 5x എന്നായി. ഓക്കെ, ഇനി നോക്കിക്കേ സ്റ്റാൻഡേർഡ് ഫോമിലായി dy by dx p എന്നുള്ള സ്ഥാനത്ത് 3/x y ഉണ്ട്. ഇത് ഈക്വൽ ടു q എന്ന് പറഞ്ഞാൽ 5x ആണ്. അപ്പൊ അതിന് p എന്താ q എന്താ നമുക്ക് എടുത്ത് എഴുതാം. ഇവിടുന്ന് p എന്ത് കിട്ടും? p ഈക്വൽ ടു 3/x q ഈക്വൽ ടു 5x. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇനി വേണമെങ്കിൽ അതിന് മുന്നേ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എഴുതാം. എന്താണ് സൊല്യൂഷൻ? സൊല്യൂഷൻ ഈസ് എന്താണ്? സൊല്യൂഷൻ എന്താ വരിക? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് e റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്, അതായത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ക്യൂ ഡി എക്സ്. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല. ഓക്കെ, അത് നമ്മൾ എഴുതി വെച്ചു. ഇനി ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. e റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്.
അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അതാണ് IF ഈക്വൽ ടു e റേസ് ടു ഇന്റഗ്രൽ p dx. ദാറ്റ്സ് ഈക്വൽ ടു e റേസ് ടു ഇന്റഗ്രൽ p എന്ന് പറഞ്ഞാൽ എന്താണ് 3/x. അപ്പോൾ ഇവിടെ 3/x into dx ആണ്. ഇത് ഈക്വൽ ടു ഇതിലെ കോൺസ്റ്റന്റ് ആണ് 3 ആണ്. ഈ ഇന്റഗ്രലിന്റെ ഉള്ളിൽ ആ 3 ഔട്ട്സൈഡ് എടുക്കാൻ പോവാണ്. അപ്പോൾ e റേസ് ടു 3 ഔട്ട്സൈഡ് എടുത്തു ഇന്റഗ്രൽ 1/x ഡിനോമിനേറ്ററിലാണ് x ഉള്ളത്. അപ്പോൾ 1/x dx ആണ്. ഓക്കേ, അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു e റേസ് ടു 3 ഇത് എന്തായി മാറും? ഇന്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ എന്താണ്? log x ആണ്. അപ്പോൾ ഇത് 3 ഔട്ട്സൈഡ് ഉണ്ട്, 3 വെച്ചു log x എന്ന് വന്നു ഇന്റഗ്രേറ്റ് ചെയ്തത്. കോൺസ്റ്റന്റ് എഴുതരുത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ കൂടെ. ഓക്കേ, ഇനി വീണ്ടും ഇവിടെ നമ്മൾ ഒരു ഫോർമുല ഉപയോഗിക്കാൻ പോവാണ് ലോഗരിതത്തിലെ. എന്താണ്? a log b എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്? log b raised to a എന്നാണ്. ഇത് നമ്മൾ ഒരുപാട് തവണ ഉപയോഗിച്ച ഫോർമുലയാണ്. ആ ഒരു ഫോർമുല ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. അവിടെ ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ മാറും? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു e raised to log x ക്യൂബ് എന്നാവും. a യുടെ സ്ഥാനത്ത് 3 ആണ്, b യുടെ സ്ഥാനത്ത് x ആണ്. അപ്പോൾ ഇത് log x ക്യൂബ് എന്നാണ്. ഇനി ഈയും ലോഗും വന്നു കഴിഞ്ഞാൽ അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് എന്താണ് വരിക? x ക്യൂബ് എന്ന് വരും. ലോഗിന്റെ ആന്റി ലോഗ് ആണ്, അതുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് x ക്യൂബ് എന്ന് വരും. അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത്? x ക്യൂബ് എന്ന് വരും. ഇനി വളരെ എളുപ്പമാണ്. സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല നമുക്ക് കൊടുക്കുക. എന്താണ്? y e raised to integral p dx അതാണ് നമുക്ക് എന്ത് കിട്ടിയത്? x ക്യൂബ് ഈക്വൽ ടു ഇന്റഗ്രൽ e raised to integral p dx അതാണ് x ക്യൂബ് ഇൻടു q എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 5x ഇൻടു dx. ഓക്കേ, അപ്പോൾ എന്താവും നെക്സ്റ്റ് സ്റ്റെപ്പിൽ? y x ക്യൂബ് ഈക്വൽ ടു ഇതിലെ കോൺസ്റ്റന്റ് 5 ആണ്, 5 ഔട്ട്സൈഡ് എടുത്തു ഇന്റഗ്രൽ x ക്യൂബ് ഇൻടു x എന്ന് പറഞ്ഞാൽ x raised to 4 dx എന്ന് കിട്ടി. ഓക്കേ, ഇനി ഇതിവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടമെന്റൽ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ x raised to n dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ x raised to n dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x raised to n plus 1 divided by n plus 1 plus c ആണ്. അപ്പോൾ ഇവിടെ n ന്റെ സ്ഥാനത്ത് 4 ആണ്. അപ്പോൾ ഇത് എന്തായി മാറും? y x cube equal to 5 ഔട്ട്സൈഡ് എടുത്തു x raised to 4 plus 1 divided by 4 plus 1 plus constant of integration c. ഓക്കേ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് വീണ്ടും എന്താവും? ഇതൊന്നും കൂടി സോൾവ് ചെയ്ത് ചെറുതാക്കി എഴുതാം. y x cube equal to ഇത് 5x raised to 5 by 5 plus c ആണ്. ഇത് ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് 5 ആയി, ഇതും 5 ആയി. അപ്പോൾ ഇവിടെ ഉള്ള ഈ 5ഉം ക്യാൻസൽ ചെയ്തു പോയി. നമുക്ക് y x cube equal to x raised to 5 plus c. ഇങ്ങനെ ഇതിന്റെ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് വളരെ എളുപ്പമാണ്. 1-2 തവണ ചെയ്ത് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഏതാ നോക്കാം. വളരെ സിമ്പിൾ ആയ ഒരു പ്രോബ്ലം ആണ്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അതെന്താന്ന് ഞാൻ പറയാം. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോൾ അതിന്റെ ഇന്റഗ്രലിന്റെ വാല്യൂ എന്താ വരിക എന്നുള്ളത് നമ്മളൊരു ഫണ്ടമെന്റൽ റിസൾട്ട് പോലെ പഠിച്ചു വെക്കുക എല്ലാവരും. ഓക്കെ, അല്ലെങ്കിൽ ഇത് വളരെ ലെങ്തി ആയി പോകും ചെയ്യുമ്പോൾ. ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ എത്രയും ലെങ്തി ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് dy by dx plus y tan x equal to cos square x. ഓക്കെ, അപ്പോൾ അതിന്റെ അകത്തുനിന്ന് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിന്റെ എന്ത് എഴുതി വെക്കണം? സ്റ്റാൻഡേർഡ് ഫോം, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എഴുതി വെക്കുക. എന്താണ് സ്റ്റാൻഡേർഡ് ഫോം? dy by dx plus py equal to q. ഓക്കെ, അപ്പോൾ നമ്മൾ തന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി. എന്താ? dy by dx plus p എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഇൻ x ആണ്. ഇവിടെ ഫംഗ്ഷൻ ഇൻ x എന്താ? tan x into y equal to q എന്ന് പറഞ്ഞാൽ cos square x. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോം തന്നെയാണ് തന്നിരിക്കുന്നത്. ഓർഡർ ഒന്ന് മാറ്റി തന്നേ ഉള്ളൂ. അത് നമ്മൾ ഓർഡർ ശരിയാക്കി എഴുതി. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് p എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? p equal to tan x എന്ന് കിട്ടും. അതുപോലെ q എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? q equal to cos square x എന്നും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല ചെയ്ത് എന്താ? സൊല്യൂഷൻ ഈസ് എന്താണ് നമ്മൾ പഠിച്ച ഫോർമുല? y into e raised to integral p dx equal to integral of e raised to integral p dx
ഇൻറ്റു ക്യൂ ഡി എക്സ്. ഇതാണ് സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല. അപ്പൊ ഇതിൽ ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് നെക്സ്റ്റ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അതാണ് ഐ എഫ് ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ എക്സ് ഡി എക്സ്. ഇവിടെയാണ് നമ്മൾ പഠിച്ച ഒരു റിസൾട്ട് നമ്മൾ നന്നായി അറിഞ്ഞിരിക്കേണ്ടത്. അതല്ലെങ്കിൽ ഇന്റഗ്രൽ ടാൻ എക്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അത് ഒരുപാട് ലെങ്തി ആയി മാറും ഈ പ്രോബ്ലം. അപ്പൊ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കണം, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. അറിയാത്തവരുണ്ടെങ്കിൽ അത് അവിടെ പോയി കാണണം, കണ്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആക്കി കോസിന് യു എന്ന് കൊടുത്ത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. വീണ്ടും നമ്മളിത് റിസൾട്ട് മാറ്റി പഠിച്ചു വെക്കുക. എന്താണ് ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക എന്നുള്ളത് നമ്മളൊരു ഫണ്ടമെന്റൽ റിസൾട്ട് പോലെ പഠിച്ചു വെക്കുക. ഈ ഒരു പ്രോബ്ലം വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇതിന്റെ റിസൾട്ട് വരിക? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത് log ഓഫ് sec x പ്ലസ് സി എന്നാണ്. log ഓഫ് sec x പ്ലസ് സി എന്നാണ്. ഇതിങ്ങനെ പഠിച്ചു വെക്കുക എല്ലാവരും. ഓക്കെ, പക്ഷെ ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എത്രയാണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം മാത്രമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ, അത് സ്റ്റെപ്പ് എഴുതി സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മളെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എഴുതാണ്. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? log ഓഫ് sec x. അപ്പൊ നമ്മളിവിടെ log sec x എഴുതി പ്ലസ് സി എഴുതരുത്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എഴുതുമ്പോൾ ഒരിക്കലും കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതരുത്. അപ്പൊ അത് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ എന്താവും? ഇയും ലോഗും ക്യാൻസൽ ചെയ്ത് പോവും, നമുക്ക് sec x എന്ന് കിട്ടും. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടി? sec x എന്ന് കിട്ടി. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റി. അത് നമുക്ക് ഇത് ഫോർമുല പോലെ പഠിച്ചിരുന്നാലേ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ സൊല്യൂഷൻ ആണ്. സൊല്യൂഷന്റെ ഫോർമുല എന്താണെന്ന് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? y ഇൻറ്റു ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. അതാണ് നമുക്ക് എന്ത് കിട്ടിയത്? sec x. അപ്പോൾ sec x ഈക്വൽ ടു ഇന്റഗ്രൽ ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. അത് നമുക്ക് sec x എന്ന് കിട്ടി. അപ്പോൾ sec x ഇൻറ്റു q. q എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്? cos സ്ക്വയർ x. ഇവിടെ cos സ്ക്വയർ x dx. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പില് y sec x ഈക്വൽ ടു ഇന്റഗ്രൽ sec x എന്ന് പറഞ്ഞാൽ എന്തിനെ തിരിച്ചിടുമ്പോൾ കിട്ടുന്നതാണ്? കോസിനെ. അപ്പൊ നമുക്ക് അത് എന്താക്കാം? 1 ബൈ cos x എന്നാക്കി മാറ്റാം. 1 ബൈ cos x ഇൻറ്റു cos സ്ക്വയർ x dx. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്ത സ്റ്റെപ്പില് y sec x ഈക്വൽ ടു ഇന്റഗ്രൽ ഒരു cos x ഇവിടെ ക്യാൻസൽ ചെയ്തു പോകും, സ്ക്വയറിൽ ഇവിടെ ഉള്ള സ്ക്വയറിൽ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 1 ഇൻറ്റു cos x എന്ന് പറഞ്ഞാൽ cos x dx കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? y sec x ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് cos x dx എന്ന് പറഞ്ഞാൽ sin x എന്നാണ്. sin x പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇത്രയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ log ഓഫ് sec x പ്ലസ് c ആണ് എന്നുള്ള ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിവിടെ ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് കണ്ടുപിടിക്കേണ്ടി വരും. അത് കുറച്ച് ലെങ്തി ആണ്. ഏകദേശം ഇത്ര തന്നെ ചെയ്യാനുണ്ടാവും ഈ ഒരു ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ സൊല്യൂഷൻ കാണാനുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ആൻസർ കിട്ടി y sec x ഈക്വൽ ടു sin x പ്ലസ് c. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഏതാണ്? സോൾവ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സ്റ്റാൻഡേർഡ് ഫോർമുല എടുത്തെഴുതുന്നു. എന്താണ് സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല. അതിനുശേഷം നമ്മൾ തന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. എന്താണ്? 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ്.
സ്റ്റാൻഡേർഡ് ഫോർമുലയായിട്ട് കമ്പയർ ചെയ്യുക. സ്റ്റാൻഡേർഡ് ഫോർമുലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കേ dy/dx മുന്നിൽ എന്ത് വരുന്നുണ്ട്? 1 + x² വരുന്നുണ്ട്. അപ്പൊ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1 + x² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്തായി മാറും? 1 + x² into dy/dx. അതിനെ ഞാൻ 1 + x² കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ എന്താണോ അധികം വന്നത് അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. പ്ലസ് y/1 + x² equal to e tan inverse x divided by 1 + x². അപ്പൊ ഞാൻ എല്ലാ ടേമിനെയും 1 + x² കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇവിടെ 1 + x² 1 + x² ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് എന്ത് കിട്ടും? dy/dx പ്ലസ് ഇത് നമ്മൾ എഴുതുമ്പോൾ py എന്നുള്ള ഫോർമാറ്റിൽ എഴുതണം. അപ്പൊ ഇവിടെ p എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/1 + x² എന്നുള്ളതായിരിക്കും p എന്ന് പറയുന്നത്. 1/1 + x². ഓക്കെ, ഇൻറ്റു y. അതാണ് ഇവിടെ y ഞാൻ സെപ്പറേറ്റ് എഴുതിയത്. അപ്പൊ 1 × y എന്ന് പറഞ്ഞാൽ y കിട്ടും ബൈ 1 + x². അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു q എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? e tan inverse x divided by 1 + x². ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് p യും q ഞാൻ സെപ്പറേറ്റ് എടുത്ത് എഴുതുകയാണ്. p = 1/1 + x². q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e tan inverse x divided by 1 + x². അപ്പൊ ഇതാണ് p എന്ന് പറയുന്നത്, ഇതാണ് q എന്ന് പറയുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ഫോർമുല എഴുതിയ ശേഷം മാത്രമേ p യും q എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമ്മളെ സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല എഴുതുന്നു. എന്താണ് നമ്മളെ സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല? സൊല്യൂഷൻ ഈസ് എന്താണ് ഫോർമുല? y into integrating factor എന്നാണ്. അതായത് e⁻p dx equal to integral of e⁻p dx integrating factor into q dx. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നുള്ളതാണ് if എന്ന് ഡിനോട്ട് ചെയ്തത്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ equal to e⁻p dx. ഓക്കെ, ദാറ്റ്സ് equal to e⁻p എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? 1/1 + x² ആണ്. അപ്പോൾ ഇവിടെ 1/1 + x² dx. ഓക്കെ, എന്താണ് ഇന്റഗ്രൽ ഓഫ് 1/1 + x² dx? നമ്മൾ ഫണ്ടമെന്റൽ റിസൾട്ട് പഠിച്ചതാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ tan inverse x എന്ന് കിട്ടും. tan inverse x പ്ലസ് c ഉണ്ടാവും. നമ്മൾ ഫണ്ടമെന്റൽ റിസൾട്ട് പഠിച്ചപ്പോൾ, പക്ഷേ ഇത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്, പ്ലസ് c എഴുതരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടി? tan inverse x എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയിൽ കൊടുക്കുന്നു y into e⁻p dx എന്ന് പറഞ്ഞാൽ tan inverse x equal to integral of e⁻p dx എന്ന് പറഞ്ഞാൽ tan inverse x into q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? tan inverse x divided by 1 + x². ഇതാണ് q into dx എന്ന് കിട്ടി. ഓക്കെ, ഇനി വീണ്ടും അടുത്ത സ്റ്റെപ്പില് y tan inverse x equal to ഇവിടെ നമുക്ക് tan inverse x into tan inverse x ഉണ്ട്. x into x ആണ് എന്താ എഴുതുക? x² എന്ന് എഴുതും. അതുപോലെ ഇത് എന്താവും? tan inverse x whole square by 1 + x² dx എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് വീണ്ടും നോക്കുമ്പോൾ ഏത് ഫോർമുലയിലായി? നമുക്കറിയാം x⁻m all raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? x⁻m into n ആണ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഫോർമുലയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, x ന്റെ സ്ഥാനത്ത് e ആണ്, m എന്ന് പറഞ്ഞാൽ tan inverse x ആണ്, n എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഇത് എന്തായി മാറും? y tan inverse x equal to integral കോൺസ്റ്റന്റ് ഞാൻ ആദ്യം എഴുതി, m into n എഴുതുന്നതിന് പകരം n into m എന്ന് എഴുതുന്നത്, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇവിടെ 2 tan inverse x by 1 + x² dx എന്ന്. ഇനി ഇത് സോൾവ് ചെയ്യാനാണ് നമ്മൾ അറിയേണ്ടത്. ഈ ഇന്റഗ്രൽ എങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ പല മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്.
അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഇന്റഗ്രൽ ഞാൻ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാണ്. അതായത് y e raised to tan inverse x equal to integral e raised to 2 tan inverse x into ഡിനോമിനേറ്ററിലുള്ളത് നമുക്ക് വേണമെങ്കിൽ 1/1 plus x square dx എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അതുവരെ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ വരിക നമുക്ക് നോക്കാം. അപ്പൊ എന്ത് വന്നു? y e raised to tan inverse x equal to ഈ ഇന്റഗ്രൽ മാറ്റി എഴുതാൻ പോവാണ്. ഈ ഇന്റഗ്രൽ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഈ ഒരു സൈഡിൽ എഴുതുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ടാണ് നമ്മൾ ഈ ഇന്റഗ്രൽ മാറ്റി എഴുതാൻ പോകുന്നത്. അതിൽ ഞാൻ put u equal to tan inverse x. tan inverse x ന് ഞാൻ u എന്ന് കൊടുക്കുന്നു. അപ്പൊ u x ലുള്ള ഫംഗ്ഷനായി മാറി. നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നു, du by dx equal to d by dx of tan inverse x. tan inverse x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചതാണ്. എന്ത് കിട്ടും? du by dx equal to 1/1 plus x square എന്ന് കിട്ടും. അപ്പൊ ഇതിനകത്തുനിന്ന് du equal to 1/1 plus x square into dx എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇന്റഗ്രൽ എങ്ങനെ മാറും? ഈ ഇന്റഗ്രൽ മാറാൻ പോവാണ്. ഇന്റഗ്രൽ e raised to 2 tan inverse x എന്നാണ്. അപ്പൊ 2 tan inverse x ന് പകരം നമ്മൾ u എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ 2u എന്നായി മാറി. ഇനി 1/1 plus x square dx അതാണ് ഇവിടെ കിട്ടിയത്. 1/1 plus x square dx അതിന് പകരം എന്ത് എഴുതാം? du എന്ന് എഴുതാം. du എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അത് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവും? y e raised to tan inverse x ഈക്വൽ ടു ഇത് ഏത് ഇന്റഗ്രലിന്റെ ഫോർമാറ്റിലാണ് നിൽക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ e raised to ax plus b. ഇന്റഗ്രൽ e raised to ax plus b. അവിടെ x ന് പകരം ഇവിടെ u ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. e raised to 2u plus 0 എന്നാക്കാം അതിനെ. 2u plus 0. a യുടെ സ്ഥാനത്ത് 2 ആണ്, x ന് പകരം u ആണ്, b തന്നിട്ടില്ല, 0 ആണ്. അപ്പൊ എന്താണ് ax plus b ഫോർമാറ്റിൽ ഇന്റഗ്രൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? e raised to x നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e raised to x തന്നെയാണ് കിട്ടുക. അതുപോലെ e raised to 2u നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e raised to 2u. പക്ഷെ ഇത് ax plus b ഫോർമാറ്റിലാണ്. അതുകൊണ്ട് a ആയിട്ട് വരുന്നത് എന്താണോ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ a യുടെ സ്ഥാനത്ത് 2 ആണ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c. ഓക്കെ, ഇനി u എന്നുള്ളത് നമ്മൾ എന്താണ് എടുത്തത്? അത് തിരിച്ചിവിടെ കൊടുക്കണം. tan inverse x ആണ്. അപ്പോൾ ഇത് എന്തായി മാറും? y e raised to tan inverse x equal to e raised to 2 tan inverse x divided by 2 plus c. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ്, പക്ഷെ അത് കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്. നല്ലോണം മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ 1-2 തവണ കണ്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കിയിട്ടൊക്കെ പോവുക. അത് എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യത കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, നമ്മളെ സാധാരണ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫസ്റ്റ് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മെത്തേഡിലൂടെ സോൾവ് ചെയ്തിട്ട് നമ്മൾ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് dy by dx equal to 3x plus 4 when y equal to 15 x equal to 2. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ y ന്റെ വാല്യൂ 15 ആണ് തന്നിട്ടുണ്ട്, x ന്റെ വാല്യൂ 2 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മെത്തേഡിലൂടെയാണ് സോൾവ് ചെയ്യുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം തന്ന കാര്യം എടുത്ത് എഴുതുന്നു. ഗിവൺ എന്താണ് തന്നത്? dy by dx equal to 3x plus 4 ഇത് തന്നിട്ടുണ്ട്. അതുപോലെ വേറെ എന്ത് തന്നിട്ടുണ്ട്? y equal to 15 ആണ് തന്നിട്ടുണ്ട് ആൻഡ് x equal to 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മെത്തേഡിലൂടെ ഇത് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇത് എന്തായി മാറും? അല്ലെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല, അല്ലാത്ത രീതിയിൽ നമുക്ക് കാണാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഇതിനെ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വിചാരിക്കാം. അപ്പൊ ഇത് രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഇന്റഗ്രൽ dy by dx into dx equal to integral 3x plus 4 into dx. ഓക്കെ,
അപ്പൊ ഇവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇത് ഇന്റഗ്രൽ ഈ dy ബൈ ഡി എക്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റാം? ഡി ബൈ ഡി എക്സ് ഓഫ് വൈ, വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത്, ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ, ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇന്റഗ്രൽ ആക്കാം, 3x dx പ്ലസ് ഇന്റഗ്രൽ 4dx. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്റഗ്രലും ഡെറിവേറ്റീവും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഈ ബ്രാക്കറ്റിൽ എന്താണോ ഉള്ളത് അതാണ് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പൊ എന്തായിരിക്കും വരിക? y ഈക്വൽ ടു ഈ ഇന്റഗ്രൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു, അപ്പൊ x ആണ് ഉണ്ടാവുക. x എന്ന് പറഞ്ഞാൽ x⁻1 ആണ്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? x⁻1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 പ്ലസ് ഇവിടെ കോൺസ്റ്റന്റ് 4 ആണ്, ഔട്ട്സൈഡ് എടുത്തു, ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c അവസാനം കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതെന്താവും? y ഈക്വൽ ടു 3x² ബൈ 2 പ്ലസ് 4x പ്ലസ് c എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതില് y ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, x ന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് ഇവിടെ കൊടുക്കുന്നു. y എന്ന് പറഞ്ഞാൽ 15 ഈക്വൽ ടു 3, x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പൊ ഇത് 2² ബൈ 2 പ്ലസ് 4 ഇൻറ്റു 2 പ്ലസ് c എന്ന്. ഓക്കെ, അപ്പൊ വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് എന്തായി മാറും? 15 ഈക്വൽ ടു 3 ഇൻറ്റു ഇത് 2² എന്ന് പറഞ്ഞാൽ 4 ബൈ 2 പ്ലസ് 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് c എന്ന്. ഓക്കെ, അടുത്ത സ്റ്റെപ്പില് 15 ഈക്വൽ ടു 3 ഇൻറ്റു 4 ബൈ 2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 8 പ്ലസ് c, അതായത് 15 ഈക്വൽ ടു 6 പ്ലസ് 8 പ്ലസ് c എന്ന് കിട്ടും. അതായത് 15 ഈക്വൽ ടു 14 പ്ലസ് c എന്ന് കിട്ടും. അപ്പൊ 15 മൈനസ് 14 ഇതിനെ നമ്മള് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ മൈനസ് 14 ഈക്വൽ ടു c എന്ന് കിട്ടി. അപ്പൊ നമുക്ക് c യുടെ വാല്യൂ എത്ര കിട്ടും? c ഈക്വൽ ടു 1. c ന്റെ വാല്യൂ 1. അപ്പൊ നമ്മളോട് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോൾവ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് y എത്രയാണെന്നുള്ളത്. എന്താ കിട്ടിയത്? y ഈക്വൽ ടു 3x² ബൈ 2 പ്ലസ് 4x പ്ലസ് 4x പ്ലസ് c എന്നാണ്. c ന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് 1. അപ്പൊ പ്ലസ് 1. അപ്പൊ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. നമ്മൾ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടി കണ്ടെത്തി. എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ചിലപ്പോ ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഇൻവോൾവ് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതും ചോദിക്കാറുള്ളതാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് d² y ബൈ dx² ഈക്വൽ ടു sin x. ഇതാണ് നമ്മളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് തന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു, d² y ബൈ dx² ഈക്വൽ ടു sin x. ഇനി എന്താണ് d² y ബൈ dx²? സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെന്ന് അറിയാം, നമ്മൾ അത് പഠിച്ചതാണ്. എന്താണ് അത് ശരിക്കും? d ബൈ dx ഓഫ് dy ബൈ dx. dy ബൈ dx നെ ഒരു തവണയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് d² y ബൈ dx² എന്ന് പറയുന്നത്. അത് ഈക്വൽ ടു sin x. നമ്മൾ അതിനെ അങ്ങനെ മാറ്റി എഴുതി. ഇനി ഇതിന്റെ രണ്ട് സൈഡിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ ഇതെന്താവും? ഇന്റഗ്രൽ d ബൈ dx ഓഫ് dy ബൈ dx into dx equal to integral sin x dx. രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഇന്റഗ്രലും ഡെറിവേറ്റീവും വന്നു കഴിഞ്ഞാൽ അത് തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. ബ്രാക്കറ്റിൽ എന്താണുള്ളത് അതാണ് കിട്ടുക. അപ്പൊ എന്താ കിട്ടുക? dy ബൈ dx ഈക്വൽ ടു sin x നെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താണ് കിട്ടുക? മൈനസ് കോസ് എക്സ് പ്ലസ് c1 എഴുതി. കാരണം നമ്മൾക്ക് ഇവിടെ y എത്തിയില്ല, dy ബൈ dx ആണ്. y കിട്ടിയാൽ മാത്രമേ നമ്മുടെ സൊല്യൂഷൻ ആവൂ. അപ്പൊ ഞാൻ ഫസ്റ്റ് കോൺസ്റ്റന്റ് എന്നുള്ള നിലയ്ക്കാണ് c1 എഴുതി. ഇനി വീണ്ടും ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അതിന്റെ മുന്നേ ഇതിനെ ഒന്ന് മാറ്റി എഴുതുന്നു. dy ബൈ dx എന്ന് പറഞ്ഞാൽ എന്താണ്? d ബൈ dx ഓഫ് y ആണ് dy ബൈ dx എന്ന് പറയുന്നത്. y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് dy ബൈ dx. ഇത് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് c1. അപ്പൊ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഞാൻ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ ഇതെന്താവും? ഇന്റഗ്രൽ d ബൈ dx ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് മൈനസ് കോസ് എക്സ് പ്ലസ് c1 ഇൻറ്റു dx എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താവും? ഇന്റഗ്രലും ഡെറിവേറ്റീവും വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് ഇവിടെ y എന്ന് കിട്ടും. ബ്രാക്കറ്റിലുള്ളത് y ആണ്. y എന്ന് y ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ്
കോസ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ c1 dx രണ്ട് ഇന്റഗ്രൽ ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം y ഈക്വൽ ടു മൈനസ് ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്താണ്? ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. അപ്പൊ മൈനസ് സൈൻ എക്സ് ഈ മൈനസ് ആണ് ഇവിടെ മൈനസ് വന്നത്. ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ആണ്. പ്ലസ് c1 എന്നുള്ള കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. പ്ലസ് ഇനി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതണം. ഈ ഇന്റഗ്രൽ ചെയ്തു കഴിഞ്ഞാൽ അതാണ് പ്ലസ് c2. ഓക്കെ, അപ്പൊ നമുക്ക് സൊല്യൂഷൻ എന്ത് കിട്ടി? y ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് പ്ലസ് c1x പ്ലസ് c2 എന്ന് കിട്ടി. ഇങ്ങനെ ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ചോദിക്കാറുള്ളതാണ്, നന്നായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ എന്താണ് കണ്ടത്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ആണ് കണ്ടത്. അതിൽ തന്നെ പ്രധാനമായിട്ടും ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതിന് നമ്മൾ വ്യത്യസ്തമായ ഒരു 4 പ്രോബ്ലംസ് കണ്ടു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും നന്നായി മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് കണ്ടത്? 2 പ്രോബ്ലം കൂടി നമ്മൾ കണ്ടു. അതിലൊന്ന് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, എക്സിന്റെയും വൈന്റെയും വാല്യൂ തന്നു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. അതുപോലെ ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ അതിനുശേഷം കണ്ടത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.